ചാമ്പ്യൻസ് ലീഗ് രണ്ടാം സെമി ഫൈനലിൽ ആദ്യ പാദം ആഴ്സണൽ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹോം ഗ്രൗണ്ടായ റിയാദ് മെട്രോപൊളിറ്റാനോയിൽ വെച്ച് നടന്ന മത്സരത്തിൽ 1-1 ആഴ്സണലെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ പിടിച്ചു കിട്ടി. രണ്ടും പെനാൽറ്റി ആയിരുന്നു. ആദ്യ പാദത്തിലല്ല, ഇത് ആദ്യ പാദമാണ്. ഫസ്റ്റ് ഹാഫിൽ കിട്ടിയൊരു പെനാൽറ്റി ഗോളാക്കി വിക്ടർ ഗോയ്ക്രസ് ആഴ്സണലിനെ 1-0 ലീഡ് കൊടുക്കുന്നു. ഹാഫ് ടൈമിന് ശേഷം അത്ലറ്റിക്കോ മാഡ്രിഡിന് കിട്ടിയ പെനാൽറ്റി ജൂലിയൻ ആൽവാരസ് ഗോളടിച്ചുകൊണ്ട് 1 സമനിലയാക്കുന്നു. പിന്നീട് അങ്ങോട്ട് കണ്ടത് മികച്ച കളിയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ശക്തമായ ആക്രമണം നടത്തുന്നു. ഡിഫൻസിന് പേര് കേട്ട ആഴ്സണലെ തടുക്കുന്നു. രണ്ടുപേരും ഗോൾ കീപ്പർ ഡേവിഡ് റായും ഒബ്ലാക്കും, പേരുടെയും ഗോൾ കീപ്പർ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. മികച്ച സേവ് നടത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇതൊരു ഉറക്കം തൂങ്ങി കളിയായിരിക്കാൻ സാധ്യത. കാരണം രണ്ടുപേരും തോക്കരുത് എന്നുള്ള ലെവലിൽ ചിലപ്പോൾ ഡിഫൻസീവ് മോഡിൽ കളിക്കുന്ന ചോദിച്ചാൽ, പക്ഷേ രണ്ടുപേരുടെ ഭാഗത്തു നിന്ന് ഒരു അറ്റാക്കിംഗ് ഉണ്ടായിരുന്നു. കാണാൻ ഇൻട്രസ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ച എല്ലാം ഈ ഡിഫൻസീവ് കളി കളിച്ച് എല്ലാവരും ഒരു ലക്ഷ്മിയുടെ കാണില്ലാതെ കളിക്കുന്ന വിചാരിച്ചു. ഇന്നലത്തെ കളി മനസ്സിന് അറിയിക്കുന്നതായിരുന്നു. 9 ഗോൾ ത്രില്ലറാണ് ഇന്നലെ കണ്ടത്. അച്ഛനെ വെച്ചാൽ അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മോശമില്ലാത്ത രീതിയിൽ നല്ലൊരു കളി തന്നെ കാണാൻ പറ്റി. പക്ഷേ ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളത് രണ്ടാം പാദത്തിലേക്ക് മാറ്റിവെച്ചുകൊണ്ടാണ് ഇന്നത്തെ ടീമുകൾ മാറിപ്പോയത്. രണ്ടാം പാദം നടക്കുന്നത് ആഴ്സണലിൻ്റെ ഹോം ഗ്രൗണ്ടായ എമിറേറ്റ്സിലാണ്. ആഴ്സണലിനെ മുൻതൂക്കം കൂടുതലാണ്. കാരണം 1 സമനിലയാണ്. അവർ ഫ്രഷായിട്ട് തുടങ്ങാം. അത്ലറ്റിക്കോ മാഡ്രിഡിനാണ് പണി. സിമിയോണി കുറച്ചും കൂടി പണിയെടുക്കേണ്ടി വരും ഈ ഒരാഴ്ച. അടുത്ത ബുധനാഴ്ച അങ്ങോട്ടാണ് എൻ്റെ ഓർമ്മയനുസരിച്ച് സെക്കൻഡ് ലീഗ്. അപ്പോൾ എന്തായാലും അത്ലറ്റിക്കോ മാഡ്രിഡ് ആഴ്സണൽ മത്സരം 1-1 സമനിലയിൽ പിരിയുന്നു. അടുത്ത ആഴ്ച എമിറേറ്റ്സിൽ നടക്കുന്ന സെക്കൻഡ് പാദത്തിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അതൊരു കിടിലൻ മത്സരമായിരിക്കും. മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ ആഴ്സണലിന് അനുകൂലമായിട്ടൊരു പെനാൽറ്റി കിട്ടിയിരുന്നു. അത് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ പ്രതിഷേധത്തിനൊടുവിൽ വാർ ചെക്ക് ചെയ്യുന്നു. റഫറി പോയിട്ട് TV നോക്കുന്നു. എന്നിട്ട് അത് വാർ നോക്കിയിട്ട് TV നോക്കിയിട്ട് അത് പെനാൽറ്റി ഡിസ്അലോ ചെയ്യുന്നു. ഇല്ലെങ്കിൽ ആ പെനാൽറ്റിയിലെങ്കിലും തൂങ്ങിപ്പിടിച്ചിട്ട് ചിലപ്പോൾ ആഴ്സണൽ 2-1 ജയിച്ച് കയറിയിരുന്നു. അതുണ്ടായില്ല. അപ്പോൾ എനിവേ സെക്കൻഡ് ഭാഗത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. അതും ആഴ്സണലിൻ്റെ തട്ടകമായ എമിറേറ്റ്സിൽ വെച്ചിട്ട്.